വെറും 24 വയസ്സ് മാത്രം പ്രായമുള്ള ഗൗതം. നിങ്ങളുടെ ഓരോ ആൾക്കാരും ഈ വീഡിയോ കണ്ടിരിക്കണം. കാരണം ഇനി ഒരാൾക്കും ഇങ്ങനെ സംഭവിക്കരുത്. ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായിട്ട് ഈ കഴിഞ്ഞ സെപ്റ്റംബർ 23-ാം തീയതിയാണ് ഗൗതം മാൾട്ടയിലേക്ക് പോകുന്നത്. ലക്ഷ്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ഗൗതമിന്റെ മുമ്പിൽ. പഠിക്കണം, നല്ല ജോലി വാങ്ങണം, വീട്ടിലെ കടമെല്ലാം തീർക്കണം. 5 വർഷത്തോളം എല്ലാവർക്കും നമസ്കാരം. സ്വന്തം അപ്പനും അമ്മയും നമ്മളെ സ്നേഹിക്കുന്നത് പോലെ ഒരു മനുഷ്യനും ഈ ലോകത്ത് സ്നേഹിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ രക്തബന്ധങ്ങൾക്കൊരു വേർപിരിയൽ എന്ന് പറയുന്ന സാധനം ഇല്ല. എന്നാൽ കല്യാണം കഴിഞ്ഞാൽ ഡിവോഴ്സ് ഉണ്ട്, റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് ബ്രേക്കപ്പ് ഉണ്ട്, ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ നമ്മുടെ രക്തബന്ധങ്ങൾക്ക് ഒരിക്കലും ഒരു വേർതിരിവെന്ന് പറയുന്ന സാധനമില്ല. ഒരു ഉടക്കും മടിയും വഴക്കും ഒക്കെ ആയാലും കുറച്ച് കഴിയുമ്പോൾ അവർ ഒന്നിക്കും. ഒരു പ്രശ്നം വരുമ്പോൾ അവർ ഒന്നിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ അവർ ഒന്നിക്കും. പക്ഷെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സാധനത്തിന് അങ്ങനെയൊന്നും ഇല്ല. കഴിഞ്ഞ 5 വർഷത്തെ പ്രണയം, ഗൗതം കോശി എന്ന് പറയുന്ന ഒരു പയ്യന്റെ അവസ്ഥ, ഗൗതം ജോഷി എന്ന് പറയുന്ന ഒരു പയ്യൻ, അവൻ മാൾട്ടയിലേക്ക് പോകാൻ വേണ്ടി ഇരുന്ന സമയത്ത് അവന്റെ കാമുകിയും കൂടി അവൻ ഒന്ന് കൊണ്ടുപോയി. പഠിക്കാൻ പോകാൻ വേണ്ടിയിട്ടിരുന്ന സമയത്ത് അവന്റെ കാമുകിയും അവൻ മാൾട്ടയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് വിസയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പോകാൻ വേണ്ടി നിന്ന സമയത്ത് ഇവന് കിട്ടിയില്ല. ഇവൻ ആദ്യം പോകാൻ കിട്ടിയില്ല, അവൾക്ക് ആദ്യം പോകാൻ പറ്റി. ആ പെൺകുട്ടി അങ്ങനെ ആദ്യം അങ്ങോട്ട് പോയതിനു ശേഷം ഇവൻ പിന്നാലെ 1 മാസം കഴിഞ്ഞിട്ടാണ് ഇവൻ അടുത്ത് കിട്ടി. ഇവൻ പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ഇവൻ പോകുന്നത്. ഈ പെൺകുട്ടി അവിടെ പോയിട്ട് 1 മാസമായപ്പോൾ, 1 മാസത്തിന്റെ ഗ്യാപ്പിലാണ് ഇവനുമായിട്ട് മാറി നിൽക്കുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ കഴിഞ്ഞ 5 വർഷത്തെ പ്രണയമാണ് ഗൗതം ജോഷി അവന്റെ അവസ്ഥ 5 വർഷത്തെ പ്രണയം. ആ പെൺകുട്ടി 1 മാസമായതേ ഉള്ളൂ അവിടെ എത്തിയിട്ട്. അവൾ കാണിച്ച പോക്കൃത്തനെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വേറൊരുത്തനുമായിട്ട് ഇതായി. ആ ഒരു റിലേഷൻഷിപ്പ് അവിടെ ഉടലെടുത്ത് അടുത്ത 1 മാസം കഴിഞ്ഞ് ഇവൻ അവിടെ നിന്ന് പോയപ്പോ ഇവനെ കറിവേപ്പിലെടുത്ത് കളയുന്ന പോലെ കളഞ്ഞു. ഇവര് റൂമൊക്കെ എടുത്ത് ഒരുമിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഇവനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തൊട്ടേനും പിടിച്ചതിനും ദേഷ്യം കാണിക്കാൻ തുടങ്ങി. എന്തെടുത്താലും ദേഷ്യം, എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് ഒഴിവാക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു നാടകം ജീവിതത്തിൽ അനുഭവിച്ചനാ. എന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഇതുപോലത്തെ പരിപാടി കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അറിയാന്നുള്ളതുകൊണ്ടാണ്. ഇല്ലാത്ത ഒരു ദേഷ്യം, എന്തെങ്കിലും തൊട്ടേനും പിടിച്ചതിനും കാര്യത്തിൽ ദേഷ്യം അങ്ങോട്ട് കൂടും. ദേഷ്യം കൂടി എടുത്ത് നമ്മൾ അങ്ങ് എറിയാൻ ശ്രമിക്കും. അങ്ങനെ വന്നപ്പോൾ പോട്ട് പുല്ലെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു കളഞ്ഞതാണ്. എന്റെ സ്റ്റോറി അറിയാൻ ആഗ്രഹമുള്ളവർ താഴെ ഒന്ന് കമന്റ് ചെയ്യും. പറ്റുവാണെങ്കിൽ ഞാനൊന്ന് പറഞ്ഞുതരാം. എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ച പാഠമുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ആനക്കാര്യമൊന്നുമില്ല ഈ പ്രേമം പൊളിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇവിടെ ഗൗതം ജോഷി എന്ന് പറയുന്ന പയ്യൻ ചെയ്തതാണ് തെറ്റ്. അവൻ അവിടെ കയറെടുത്ത് തൂങ്ങി. അങ്ങോട്ട് പഠിക്കാനെന്ന് പറഞ്ഞു പോയി, ഇങ്ങോട്ട് ആത്മാവ് പോലും ഇല്ലാണ്ടാണ് വന്നത്. ശവമായിട്ടാണ് തിരിച്ചു വന്നത്. അവസ്ഥ ആലോചിച്ചു. ആർക്ക് നഷ്ടം? ആ പയ്യൻ, അവന്റെ വീട്ടുകാർക്ക് നഷ്ടം. ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? അവളവിടെ പോയപ്പോ വേറൊരുത്തനായിട്ട് ഡിങ്കോൾഫി സെറ്റായി അവര്. പിന്നെ ആർക്ക് നഷ്ടമായിരിക്കും? കഴിഞ്ഞ 5 വർഷത്തെ പ്രണയം. ഇവൻ ആണ് ഈ പെൺകുട്ടിയെ അവിടെ കൊണ്ടുപോയതടക്കം. ഇവൻ ഒരുത്തൻ കാരണമാണ് ഇവൾ അവിടെ എത്തിയത്. എന്നിട്ട് 1 മാസത്തിന്റെ ഗ്യാപ്പിൽ അവൾ അവിടെ വേറൊരുത്തനെ കയറി നൂല് പിടിച്ചെങ്കിൽ അവൾ എത്രത്തോളമുള്ള പെണ്ണാണെന്നൊന്ന് ചിന്തിച്ചാൽ മതി. എത്രത്തോളമാണ്. ഇവിടെ പല റിലേഷൻഷിപ്പുകളും മൂഞ്ചി തുഞ്ചി കമ്പിത്തിരി ആവാറുണ്ട്. എന്ന് വെച്ചിട്ട് നമ്മളൊക്കെ സ്വയം തൊലഞ്ഞു നാറാണത്തെ അല്ല ജീവനും ഒക്കെ തൊലച്ച് കളയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയർ അല്ല. ഇവിടെ ഒരു റിലേഷൻഷിപ്പും ശാശ്വതമല്ല. ഞാൻ പറഞ്ഞതുപോലെ രക്തബന്ധം ഒഴികെ ഒരിക്കലും മറ്റൊരു റിലേഷൻഷിപ്പും ശാശ്വതമല്ല. നമ്മൾ നാളെ എക്സ്പെക്ടേഷനിലായിരിക്കണം നിൽക്കേണ്ടത്. ഇത് ചിലപ്പോൾ എന്തെങ്കിലും വിഷയം വന്ന് ബ്രേക്കപ്പ് ആകും എന്നുള്ളൊരു പ്രതീക്ഷ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ നിന്നാൽ മതി. അങ്ങനെ നിൽക്കാൻ ഞാൻ പറയത്തുള്ളൂ. അങ്ങനെ നിന്നാൽ നമുക്ക് വേറെ വിഷമോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. അല്ലെങ്കിൽ ഈ ഗൗതം ജോഷിയെ പോലെ 1 മുഴം കയറിൽ തീരും ജീവൻ. എന്തിനാണ് എത്രയോ യുവാക്കളും എത്രയോ പെൺകുട്ടികളും ഇതുപോലെ റിലേഷൻ ബ്രേക്കപ്പ് ആയെന്ന് പറഞ്ഞ് സ്വയം ജീവനൊടുക്കി തീർന്നു പോകുന്നു? എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. ഇവിടെ ഗൗതം ജോഷി മാൾട്ടയിലേക്ക് എത്തിയ സമയത്ത് ഈ പെൺകുട്ടി 1 മാസം മുന്നേ എത്തിയല്ലോ. ഇവന്റെ പൈസയൊക്കെയാണ് അങ്ങോട്ട് കെട്ടി എഴുന്നള്ളി പോയത്. 1 മാസം മുന്നേ എത്തിയല്ലോ. അവസാനം ഇവൻ അവിടെ എത്തിയപ്പം അവർക്ക് ഇവനെ പിടിക്കണില്ല. ഇവർ ഒരുമിച്ച് റൂം എടുത്ത സമയത്ത് ഈ പെണ്ണിനാണെങ്കിൽ അങ്ങോട്ട് ചെരിപ്പ്, നീ അത് എന്ന് പറഞ്ഞ് ചുമ്മാ തൊട്ടേനും പിടിച്ചതിനും ദേഷ്യം പിടിക്കാൻ തുടങ്ങി. അവസാനം എങ്ങനെയൊക്കെ അറിഞ്ഞു. അവസാനം മൊത്തം തീർന്ന് അവൻ തകർന്ന് തരിപ്പണമായി. 5 വർഷത്തെ പ്രണയമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ ചിലപ്പോൾ 6 മാസത്തെയും 2 മാസത്തെ പ്രണയത്തിന്റെ പേരിൽ വരെ മുഴം കയറെല്ലാം എടുത്ത് തൂങ്ങുന്ന പയ്യന്മാരും പെമ്പിള്ളാരൊക്കെ ഉണ്ട്. അവരോടൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. 5 വർഷത്തെ പ്രണയം. 1 മാസം അവൾ ഇവന്റെ അടുത്തുനിന്ന് മാറി നിന്നപ്പോൾ അവൾ വേറെ നൂല് പിടിച്ച്. ഇവളല്ല ഒരു പെണ്ണ. അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുവാണ്, ഇതെല്ലാമാണോ ഒരു പെണ്ണ്? 5 വർഷത്തെ പ്രണയം. ഇവളെന്നാ പോക്കൃത്തനാണ് കാണിച്ചതെന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ.
പക്ഷെ ഗൗതം ജോഷി അവിടെ ചെയ്തത് തെറ്റാ. ഒരു പെണ്ണ് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു, ഓക്കെ, നിങ്ങൾ റിലേഷൻഷിപ്പിലായി, എന്നിട്ട് ഒരു പോയിന്റിൽ അവൾ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർക്കേണ്ടതല്ല നമ്മുടെ ഓരാണുങ്ങളുടെ ജീവിതം. അത് തിരിച്ച് ഓപ്പോസിറ്റ് പെണ്ണുങ്ങളായാൽ കൂടി നമ്മൾ അങ്ങനെ തീർക്കേണ്ടതല്ല. എന്തിന് വല്ലവനും വല്ലവർക്കും വേണ്ടി നമ്മുടെ ജീവിതം തൊലച്ചു കളയുന്നു? ഈ ജീവിതം എന്ന് പറയുന്ന സാധനത്തിൽ നമ്മൾ ആകെ ലക്ഷ്യം പയ്യൻ അല്ലെങ്കിൽ പെൺകുട്ടി ആയിക്കോട്ടെ റിലേഷൻഷിപ്പ് മാത്രമാണോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം? എടാ പോയാ പോട്ട് പുല്ല്, അവള് പോയാൽ അവളെ അമ്മ എന്നുള്ള മൈൻഡിൽ നിൽക്കണം, ആ സെറ്റപ്പിൽ നിൽക്കണം. അല്ലാണ്ട് ഒരു മുഴം കയറലോ അങ്ങും ഇങ്ങൊക്കെ തീർക്കേണ്ടതല്ല ജീവിതം. ഇവിടെ തീരൂല, അങ്ങനെ തീർക്കരുത്. ദൈവം ഇതിട്ട് അങ്ങനെ തൊലച്ച് കളയരുത് ഉള്ള ജീവിതം. ദൈവം ഒരു ജീവിതമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് നമ്മുടെ ആഗ്രഹത്തിനൊത്ത് നല്ല കാര്യങ്ങൾ ചെയ്ത് നമ്മളങ്ങോട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കണം. അവസാന കാലഘട്ടം വയസ്സാം കാലത്ത് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാട്ടിക്കൂട്ടിയ കുറെ നല്ല ഓർമ്മകൾ നമുക്ക് ബാക്കിയായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ നിന്നും വിട പറയണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ദൈവം അനുഗ്രഹിച്ചു തന്ന ജീവിതം ഒരു മുഴം കയറലല്ല തീർക്കേണ്ടത്. എടാ നമ്മള് നമ്മുടെ അമ്മയുടെ വയറ്റിൽ ജനിക്കുന്ന സമയത്ത് ഒരുപാട് മറ്റേ വാൽമാക്രി പോലത്തെ സാധനങ്ങൾ വരും. അതിൽ നിന്നും ഫൈറ്റ് ചെയ്താണ് നമ്മൾ ജനനം കൊണ്ട് ഈ ഭൂമിയിലേക്ക് ജനിച്ചിറങ്ങുന്നത്, അല്ലെ? അപ്പൊ ഒരുപാട് ഫൈറ്റിംഗ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ജനിക്കുന്നത് തന്നെ ഈ ഭൂമിയിൽ. അങ്ങനെയുള്ള നമ്മള് ഇമാതിരി ഊള പ്രശ്നങ്ങൾക്ക് ജീവിതം തൊലച്ച് കളയേണ്ടവന്മാരല്ല. അതാദ്യം മനസ്സിലാക്കുക. ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ആരും ജീവിതം തൊലച്ച് കളയേണ്ടവരല്ല. പ്രണയത്തിന്റെ പേരിലൊക്കെ ഇങ്ങനെ ജീവിതം തൊലച്ച് കളയുമ്പോൾ സത്യം പറഞ്ഞാൽ പുച്ഛമാണ് തോന്നുന്നത്. സ്വന്തം അപ്പനും അമ്മയ്ക്കും വേണ്ടിയിട്ട് ജീവിക്കും, അവർക്ക് വേണ്ടിയിട്ട് കരയൂ, അവർക്ക് വേണ്ടിയിട്ട് സങ്കടപ്പെടും, അർത്ഥമുണ്ട്. അല്ലെങ്കിൽ ഇന്നലെ കണ്ട പെണ്ണ് മറ്റേ ഇന്നലെ കണ്ട പയ്യനൊക്കെ വേണ്ടിയിട്ട് കരഞ്ഞു തൊലച്ച് നാറാണത്താക്കി കളയേണ്ടതല്ല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. വളരെയധികം എനിക്ക് സഹതാപം തോന്നുന്നു, പുച്ഛം തോന്നുന്നു, എല്ലാം ഒരുമിച്ച് തോന്നുന്ന ഒരു ഫീലിംഗ് ആണ്. ഇവിടെ ഗൗതം എന്ന് പറയുന്ന പയ്യനാണ് നഷ്ടം, അവന്റെ കുടുംബത്തിനാണ് നഷ്ടം. ഈ പെണ്ണിന് എന്തെങ്കിലും നഷ്ടമുണ്ടോ? അവർക്ക് എന്തെങ്കിലും തേങ്ങയുണ്ടോ? 5 വർഷം പ്രണയിച്ചിട്ട് 1 മാസം അവന്റെ അടുത്ത് നിന്ന് മാറി നിന്നപ്പോ വേറെ അടുത്തോടെ പോയ ഇവളാണോ പെണ്ണ്? നാളെ അവന്റെ അടുത്തും 5 വർഷം പ്രണയിച്ചിട്ട് അവന്റെ അടുത്തുനിന്ന് 1 മാസം മാറി നിന്നാൽ വേറെ പോകില്ലെന്ന് എന്ത് ഉറപ്പ്? അങ്ങനെയുള്ള ഒരുത്തിക്ക് വേണ്ടിയിട്ട് ഇവൻ ജീവിതം തൊലച്ചു കളഞ്ഞ് എന്തിന്? ജീവൻ തൊലച്ചു കളഞ്ഞിട്ട് എന്തെങ്കിലും നേദിക്കാനുണ്ടോ? എടാ നമ്മളെ സ്നേഹിക്കുന്ന പെണ്ണിന്റെ പിന്നാലെ പോകണം, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന പയ്യന്റെ പിന്നാലെ പോകണം. അല്ലാണ്ട് നമ്മളെ സ്നേഹിക്കുന്നവരുടെ പിന്നാലെ നമ്മൾ പോകരുത്. അങ്ങനെ ഒരിക്കലും പോകരുത്. അതാണ് ചെയ്യേണ്ടത്. നമ്മളെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ടൈം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അർത്ഥമുണ്ട്. അല്ലാണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നവരെ ചൂസ് ചെയ്തിട്ട് അവരെ പിന്നാലെ പോയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ടൈം മാറ്റി വെച്ച് കളഞ്ഞാൽ പട്ടി വില പോലും കിട്ടൂല, പട്ടിയുടെ വില പോലും നമുക്ക് കിട്ടത്തില്ല. അങ്ങനെയല്ല ജീവിക്കേണ്ടത്. നമ്മളെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കടാ, അന്തസ്സുണ്ട്. എല്ലാവരുടെ എനിക്ക് ഇത് തന്നെയാണ് പറയാനുള്ളത്. അതിപ്പോ കല്യാണം കഴിഞ്ഞവരായാൽ കൂടി. ഇപ്പൊ നിങ്ങളുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ അവിഹിതങ്ങളോ ഉണ്ടെങ്കിൽ പോട്ടുപുല്ലെന്ന് പറഞ്ഞ് വിട്ടിട്ട് സ്വന്തം കാര്യം നോക്കി എടുത്ത് കളഞ്ഞിട്ട് ജീവിക്കാൻ നോക്കുക. അല്ലാണ്ട് അവരെയും കൊന്നിട്ട് തീർത്തിട്ടും ഒക്കെ നേടി എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കരുത്. അതുപോലെ സ്വയം ജീവൻ ഒടുക്കിയിട്ടും ഇരിക്കരുത്. എന്തിനു കോപ്പ്? ഒറ്റ ജീവിതമാണ് ഈ ഭൂമിയിലുള്ളത്, നശിപ്പിക്കരുത്. ഇനി ഈ ഗൗതം ജോഷിയുടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്കതൊന്ന് കണ്ടു നോക്കാം. പേര് ഞാൻ മറന്നു കേട്ടോ. വെറും 24 വയസ്സ് മാത്രം പ്രായമുള്ള ഗൗതം. നിങ്ങളുടെ ഓരോ ആൾക്കാരും ഈ വീഡിയോ കണ്ടിരിക്കണം. കാരണം ഇനി ഒരാൾക്കും ഇങ്ങനെ സംഭവിക്കരുത്. ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായിട്ട് ഈ കഴിഞ്ഞ സെപ്റ്റംബർ 23-ാം തീയതിയാണ് ഗൗതം മാൾട്ടയിലേക്ക് പോകുന്നത്. ലക്ഷ്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ഗൗതമിന്റെ മുമ്പിൽ. പഠിക്കണം, നല്ല ജോലി വാങ്ങണം, വീട്ടിലെ കടമെല്ലാം തീർക്കണം, 5 വർഷത്തോളം സ്നേഹിച്ച പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ഒപ്പം ഒരുമിച്ചുള്ള ജീവിതം, അതായിരുന്നു അവന്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്ന്. ഏറെക്കുറെ 5 വർഷത്തോളമുള്ള പ്രണയം, ഒരുമിച്ച് അബ്രോഡ് പോകണം, സെറ്റിൽ ആവണം എന്നുള്ള ഒരു ആഗ്രഹമായിട്ട് ഈ പെൺകുട്ടിയുടെ A to Z കാര്യങ്ങളും അബ്രോഡ് പോകാനുള്ള കംപ്ലീറ്റ് ഹെൽപ്പും കാര്യങ്ങളും സപ്പോർട്ട് എല്ലാം ഗൗതമാണ് ചെയ്തു കൊടുത്തിരുന്നത്. മാൾട്ടയ്ക്ക് പോകാൻ ആദ്യം വിസ കിട്ടിയത് ഈ പെൺകുട്ടിക്കായിരുന്നു. അതിനുശേഷമാണ് ഗൗതമിന് വിസ വരുന്നത്. ഏറെക്കുറെ 1 മാസം കഴിഞ്ഞിട്ട് അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് 5 വർഷത്തോളമുള്ള പ്രണയം വെറും 1 മാസം കൊണ്ട് അവളുടെ മനസ്സ് മാറിയുള്ളൂ. കാരണം അവർക്ക് വേണ്ടത് അവന്റെ പ്രണയമവും സ്നേഹവും നല്ലൊരു ജീവിതമായിരുന്നില്ല, അവന്റെ വിലപ്പെട്ട സമയവും ജീവിതവുമാണ് അവൾ തകർത്തത്. ഗൗതമിന് മുമ്പ് മാൾട്ടയിലെത്തുന്ന ഈ പെൺകുട്ടി അവിടെ മറ്റൊരാളായിട്ട് പ്രണയത്തിലാവുന്നു. അതിന് പ്രണയം എന്ന് എനിക്കൊരിക്കലും വിളിക്കാൻ തോന്നുന്നില്ല. ഗൗതം ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല. മാൾട്ടയിലെത്തിയതിനു ശേഷം ഒരുമിച്ച് താമസിക്കാനെടുത്ത അപ്പാർട്ട്മെന്റിൽ വെച്ച് അവർ ഒരുപാട് തർക്കങ്ങൾ ഉണ്ടാവുന്നു. കുറച്ച് ദിവസങ്ങൾ മാത്രമേ അവിടെ ഒരുമിച്ച് ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പെൺകുട്ടി അവിടെ റൂം മാറിപ്പോയി. ഇത് ഗൗതമിനെ വല്ലാതെ തളർത്തി. അവർ തമ്മിൽ പല രീതിയിലുള്ള ആർഗ്യുമെന്റ്സ് ഉണ്ടായി. ഒടുവിൽ അവസാനമായിട്ട് അവൻ അവളോട് പറഞ്ഞ ഇത്രയേ ഉള്ളൂ: നീ എന്റെ കൂടെ വരണം, എന്റെ കൂടെ ജീവിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ മരിച്ചു പോകും. അന്നേ ദിവസം എല്ലാ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ബാക്കി വെച്ച് അവൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇപ്പൊ നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാവും, ഒരു പ്രണയമല്ലേ, അതങ്ങ് മറന്നാൽ പോരായിരുന്നു എന്ന്. ഈ 5 വർഷ കാലയളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും എത്ര പെട്ടെന്ന് ഈസി ആയിട്ട് മനസ്സിൽ നിന്ന് കളയാൻ പറ്റത്തില്ല. ഒരുപാട് പേരാണ് ഇതിന് റിലേറ്റഡ് ആയിട്ട് എനിക്ക് മെസ്സേജ് അയച്ചത്, ഡീറ്റെയിൽസ് അയച്ചത്, പ്രൂഫുകൾ അയച്ചത്. ഈ പെൺകുട്ടി ഇപ്പൊ അവിടെ എന്താ ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ? അതിനെക്കുറിച്ചും അവരുടെ ക്ലാസ്സിലുള്ളതും അവരെ നേരിട്ട് അറിയാവുന്നതായിട്ടുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പെണ്ണിനായതിലും ഇൻവോൾവ് ഉണ്ട്. പെണ്ണിനെ ഞാൻ രാവിലെ കൂടി കണ്ടുള്ളൂ കോളേജിൽ. അവൾക്ക് വലിയ കൂസലൊന്നുമില്ല. ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ നിന്റെ പ്രണയം. ഇതിനു വേണ്ടിയാണോ ഈ 5 വർഷത്തോളം നീ അവനെ കൂടെ കൊണ്ടുനടന്നത്? ഒരാളുടെ ജീവിതമാണ് നീ തകർത്തേക്കണേ, ഒരു കുടുംബത്തിന്റെ മൊത്തം പ്രതീക്ഷ. വേണ്ടായിരുന്നു ഇത്രയും ക്രൂരമായി പോയത്. കേട്ട് നിൽക്കുന്ന ഏതൊരാളുടെയും കണ്ണ് നനയിപ്പിക്കുന്നുണ്ട് ഗൗതമിന്റെ കഥ. എന്നെ കോൺടാക്ട് ചെയ്ത ഓരോ വ്യക്തികളും പറയുന്നത് അവൻ അത്രയ്ക്കും പാവമായിരുന്നു, അവനെല്ലാം ഉള്ളിൽ ഒതുക്കി കൊണ്ട് നടക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു. പെട്ടെന്ന് ഈ 5 വർഷത്തെ ഒരു പ്രണയം അങ്ങില്ലാണ്ടായപ്പോഴും അത് അവനെ കൊണ്ട് താങ്ങാൻ പറ്റിയില്ല. വളരെ നിസ്സാരമായിട്ട് അവനെ വലിച്ചെറിഞ്ഞു പോയപ്പോഴേക്കും നിനക്ക് അറിയില്ലായിരുന്നല്ലേ ഇതിന്റെ പുറകെ വരാൻ ഇത്രയും പേരുണ്ടാവും എന്നുള്ളത്. അവന് നീ മാത്രമായിരുന്നു ലോകം, പക്ഷെ മറ്റു പലർക്കും അവനായിരുന്നു ലോകം. ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടില്ല. ഇനി ഇങ്ങോട്ട് വന്ന് കയറി തരരുത്, എന്നെ കൊണ്ട് ഇടിയിപ്പിക്കരുത്. അതുകൊണ്ട് നിങ്ങൾ ആരും അവളുടെ ഐഡന്റിറ്റിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നും കമന്റ് ബോക്സിൽ ഇടരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചോളാം. ഒരുമിച്ചൊരു ജീവിതം സ്വപ്നം കണ്ടു പോയതാ. അപ്പൊ ഒറ്റയ്ക്ക് ഒരാൾ ഒരു വെള്ളത്തുണിയിൽ പൊതിഞ്ഞ നാട്ടിലേക്ക് വരുന്നത് ശരിയാണോ? ഇനി എന്നെ വേദനിപ്പിച്ച ഒരു ഒറ്റ കാര്യം ഞാൻ പറയട്ടെ. അവന്റെ ബോഡി നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി കാശില്ലാതെ പണപ്പിരിവ് നടത്തിക്കൊണ്ടിരിക്കുക അവിടെ. ആ പെൺകുട്ടിയുടെ അടുത്താണ് ചോദിക്കുന്നത്, ഇത്രയും കാലം കൊണ്ട് നീ അവന്റെ 120 എന്തെങ്കിലും ഒരു രൂപ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നേ, ആ ഒരു മര്യാദയെങ്കിലും നീ അവിടെ കാണിക്കണം. ഇങ്ങനെ സംസാരിക്കേണ്ടി വന്നതിൽ ക്ഷമിക്കണം. അത്രയധികം പെയിൻ എന്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അവന് നീതി കിട്ടണം, അതിനുവേണ്ടി ഏതറ്റം വരെ ഞങ്ങൾ. ഇവള് വെറും തൃക്കാവടി മോളാണെന്നും ഈ വീഡിയോ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 5 വർഷത്തെ പ്രണയം അല്ലെങ്കിൽ 15 വർഷത്തെ പ്രണയം 10-20 വർഷം ആയിക്കോട്ടെ, ഒന്നിലും അർത്ഥമില്ലടേ. ഒന്നിലും ഒരു അർത്ഥമില്ല. ഇതൊക്കെ വെറും ശാശ്വതം മാത്രമാണ്. നമ്മൾ പിന്നെ ജീവിക്കുന്നതിനനുസരിച്ച് അങ്ങ് ജീവിക്കുക, നമ്മുടെ പാർട്ട്ണറിന് വേണ്ടിയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ജീവിക്കുക. പക്ഷെ അവരെന്നാണ് നമുക്കെതിരെ തിരിഞ്ഞു കൊത്തുന്നത്, എന്നാണ് നമ്മൾ വേണ്ടെന്ന് പറയുന്നതെന്നൊന്നും നമുക്ക് അറിയില്ല. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ പ്രേമിക്കാൻ പേടി, കല്യാണം കഴിക്കാൻ പേടി. എന്റെ അഭിപ്രായമാണ് പറയുന്നത് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ പേടിയാ. കാരണം ഞാനും മുന്നേക്കെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നതാണ്. അന്ന് ഇതേ അവസ്ഥ തന്നെയാണ് എനിക്കും ഉണ്ടായിട്ടുള്ളത്. ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ദേഷ്യം നമ്മളോട് കാണിക്കും പല രീതിയിൽ. നമ്മളെ കൊണ്ട് പറയിപ്പിക്കും, വേണ്ട മതിയാക്ക്, മതി ഈ റിലേഷൻ മതി എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കും. അതാണ് ചെയ്യുന്നത്. അതാണ് മിക്ക പെൺപിള്ളേരും ചെയ്യുന്നത്. എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഇതുപോലെ റിലേഷനിൽ നിന്ന് പയ്യനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മിക്ക പെൺകുട്ടികളും ചെയ്യുന്ന ഒരു പൊടിക്കൈയാണ് ദേഷ്യം. ഇല്ലാത്ത ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കി നമ്മളെ കൊണ്ട് തന്നെ അവസാനം പറയിപ്പിക്കും, നമുക്ക് ഈ റിലേഷൻ വേണ്ട എന്ന്. ആ സെറ്റപ്പിൽ പറയിപ്പിക്കും. പക്ഷെ ഞാനൊക്കെ സ്പോട്ടിൽ പൊട്ടുപുല്ല് ആ മൈൻഡാണ്. കാരണം എനിക്ക് ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രണയമല്ല, എനിക്ക് വേറെ ലക്ഷ്യങ്ങളുണ്ട്. ജീവിക്കണം. ജീവിതത്തിൽ ഒരുപാട് തകർന്ന് തരിപ്പണമായിട്ടുള്ളവനാണ് ഞാൻ. ഞാൻ എന്റേതായ രീതിയിൽ ഫൈറ്റ് ചെയ്തിട്ട് മുന്നോട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നവനാണ്. ഓക്കെ, അതൊന്നും ഇവിടെ ഞാൻ പറയുന്നില്ല. ഓക്കെ, അത് വിട്. അപ്പൊ ഇവിടെ ഗൗതത്തിന്റെ കേസിൽ ആ പയ്യൻ പല രീതിയിൽ നോക്കി, അവളില്ലാണ്ട് ജീവിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞ് അവസാനം അവൻ ഒരു മുഴം കയറിൽ ജീവൻ ഒട്ടിക്ക് തീർത്തു. അവന്റെ ജീവിതം തീർത്തു. ആർക്ക് നഷ്ടം? ആ പെണ്ണിന് നഷ്ടമുണ്ടോ? ഒരു നഷ്ടമില്ല. അവൾക്ക് ഒരു കൂസല് പോലും ഇല്ലെന്നാണ് പറയുന്നത്. ഒരു കൂസല് പോലും ഇല്ലാണ്ട്, ഒരു ഉളുപ്പ് പോലും ഇല്ലാണ്ട് അവളവിടെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. അവന്റെ ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പൈസ ഇല്ലാതെ പണപ്പിരിവ് നടത്തുകയാണ് അവിടെ. അതില് നിന്റെ 5 പൈസ ഇടരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. നിന്റെ 5 പൈസയുടെ പുറത്ത് അവന്റെ ബോഡി നാട്ടിലെത്തണ്ട. നിന്നെ പോലെയുള്ള ഒരു ഉളുപ്പില്ലാത്തവളുടെ 5 പൈസ അവിടെ വേണ്ട. അതേ ഞാൻ പറയത്തുള്ളൂ. അത് തന്നെ ഞാൻ പറയും. പിന്നെ ഇവളുടെ ഐഡന്റിറ്റി എന്റെ കയ്യിൽ ഫോട്ടോ ഉണ്ട്. എന്ത് തേങ്ങയ്ക്ക് കാണിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ നിയമം നമ്മളെ പിടിച്ചാത്തിരും. അതാണ് ഇവിടുത്തെ നിയമം. തന്തയില്ലാത്ത പരിപാടി കാണിക്കുന്നവളമാരെ ഒരു തേങ്ങയും പറയത്തില്ല. ഒരു തേങ്ങയും ഇല്ല. അവൾക്കെതിരെ ഒരു തേങ്ങയും ഇല്ല. അത് തന്നെയാണ് സത്യം. അവസ്ഥ ഒരു പയ്യൻ, അവന്റെ ജീവിതം പോയി, ജീവൻ പോയി, അവന്റെ കുടുംബം നാറാണത്തായി. ഒരുപാട് പ്രതീക്ഷകൾ ആ കുടുംബത്തിനടക്കം ഉണ്ടായിരുന്നില്ലേ? ഇവൻ ഇങ്ങോട്ട് പഠിക്കാൻ പോയി നല്ലൊരു രീതിയിൽ എത്തും എന്നുള്ളൊരു പ്രതീക്ഷയില്ലായിരുന്നു. എല്ലാം തകർത്തില്ലേ ഇവൾ ഒറ്റ ഒരുത്തി കാരണം. എന്താടി നീക്കൊരു പെണ്ണ എങ്ങനെ തോന്നുന്നു? 5 വർഷം പ്രണയിച്ചിട്ട് മറ്റൊരുത്തനെ ഇന്നലെ കണ്ടപ്പോൾ അവന്റെ സാധനത്തിന്റെ പിന്നാലെ പോയ നീയൊക്കെ ഒരു പെണ്ണ. പുച്ഛം, വെറും പുച്ഛം. ഇതിനുശേഷം ഉള്ള നാട്ടിൽ ബോഡി എത്തിയല്ലോ, അതിനുശേഷമുള്ള കാര്യങ്ങളൊന്നും കണ്ടുനോക്കാം. മരണപ്പെട്ട ഗൗതം. ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണണം. എസ്പെഷ്യലി ഗൗതമിന് ഇഷ്ടപ്പെടുന്നവർ. അതല്ലെന്നിട്ട് മറ്റാരെങ്കിലൊക്കെ മൂഡ് താങ്ങിക്കുന്നത് ക്ലൈമാക്സിനോട് എടുക്കുമ്പോൾ ഉള്ള ട്രെയിലർ മാത്രമാണ് ഈ വീഡിയോ. മറ്റാരും നീതി വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിലും അവന് ഞാൻ നീതി വാങ്ങിച്ചു കൊടുക്കും. കാരണം മനംനൊന്ത് അവന് ലോകത്തിന് വിട്ട് പോയപ്പോൾ ഇവിടെ ഉണ്ടായത് അവനൊരു ഏട്ടനാണ്. ഏത് എക്സ്ട്രീം വരെ പോകാൻ തയ്യാറായിട്ടുള്ള ഏട്ടൻ. ദിസ് ഈസ് സംതിങ് പേഴ്സണൽ ഫോർ മീ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം എനിക്ക് പറയേണ്ടത് ഈ വീഡിയോ അവസാനം ഞാൻ പറയാം. നിങ്ങൾ എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യും. ഇനി ഞാൻ പറയാൻ പോകുന്ന 3 പേരുകൾ സാൻഡ്ര, വിഷ്ണു, പിന്നെ പേരിപ്പോ തൽക്കാലം പുറത്ത് പറയാൻ പറ്റാത്ത മറ്റൊരു വ്യക്തി. നിങ്ങൾ എല്ലാവരും നല്ല ഹാപ്പിയല്ലേ? ഇപ്പോൾ എനിക്കതറിഞ്ഞാൽ മതി. എല്ലാ കാര്യങ്ങളും അറിഞ്ഞു, എല്ലാ തെളിവുകളും കിട്ടി. ഞാൻ അത്ര ഇമോഷണൽ ആയിട്ട് നിന്നിട്ട് ഈ വീഡിയോ ചെയ്ത് എനിക്ക് എങ്ങനെ സംസാരിക്കണമെന്ന് പോലും അറിയില്ല. കുറച്ച് നേരം എടുത്തു ക്യാമറയുടെ മുമ്പിൽ ഇങ്ങനെ ഒന്ന് ഇരിക്കാൻ പോലും. ഇത്രയും ദിവസമായിട്ട് ഞാൻ എന്റെ പുറകെയായിരുന്നു. ഇഞ്ച് ബൈ ഇഞ്ച് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി. ഓരോ കാര്യങ്ങളും ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇനി ഇവരുടെ ആരുടെ ഫാമിലിയിൽ നിന്ന് ഒരാളും എനിക്ക് ചാറ്റ് ചെയ്യണ്ട, മെസ്സേജ് അയക്കണ്ട, കോൾ ചെയ്യണ്ട. കാരണം ഗൗതമിന്റെ മരണത്തിന് നീതി വാങ്ങിച്ചു കൊടുക്കാൻ പോയാൽ 2 മാസം അവൻ അവിടെ കിടന്ന് അനുഭവിച്ച വേദനകൾ, അവന്റെ ഉള്ളിൽ കൂടി പോയ ചിന്തകൾ, അവന്റെ മരണത്തിന് ശേഷം അവന്റെ പ്രിയപ്പെട്ടവർ, ഞാൻ എഗെയിൻ പറയണ അവന്റെ പ്രിയപ്പെട്ടവർ, അവൻ സ്നേഹിച്ചപ്പോൾ ആത്മാർത്ഥമായിട്ട് സ്നേഹം തിരിച്ചു കൊടുത്ത ആൾക്കാരെ കുറിച്ച് ഞാൻ പറയുന്നത്.
അവരെല്ലാവരും ഇപ്പോഴത്തെ അവസ്ഥ ട്രോമ. ഒരു ദിവസം പോലും കരയാത്തില്ല കുട്ടികൾ. സോ എഗെയിൻ ഞാൻ പേരുകൾ എടുത്ത് പറയുന്നത് സാൻഡ്ര, വിഷ്ണു, പിന്നെ ഇപ്പൊ തൽക്കാലം പേര് പുറത്ത് പറയാൻ പറ്റാത്ത ഒരാൾ. വെയിറ്റ് ചെയ്തോ, നീയൊക്കെ എവിടെയാണെങ്കിലും എന്താണെങ്കിലും നിന്റെയൊക്കെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഉൾപ്പെടെ ഞാൻ എടുത്തിടും. പിന്നെ സാൻഡ്ര, നീ മാൾട്ടയിൽ കാല് കുത്തിയ കാലം തൊട്ടുള്ള എല്ലാ കഥകളും ജസ്റ്റ് 2 വീഡിയോ ഇട്ടപ്പോഴേക്കും അവൻ അതുകൊണ്ട് അവിടെ തീർന്നു പോയി എന്ന് വിചാരിച്ചല്ലേ? തെറ്റിപ്പോയി. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഗൗതം മരിക്കുമ്പോൾ അവനിവിടെ ഒരു ഏട്ടനെ ഉണ്ടാക്കിയിട്ടാ പോയത്. ആ ചേട്ടന്റെ സ്ഥാനത്ത് നിന്നൂടെ പറയുന്നത് അവന്റെ മരണത്തിന് ഞാൻ നീതി വാങ്ങിച്ചു കൊടുക്കും. അതിന് എനിക്ക് എന്ത് സംഭവിച്ചാലും ശരി. അതിൽ ഒരുത്തം പറഞ്ഞൊരു വാക്കുണ്ട്, നീ പോയി ചത്തോടാ, നീ പോയി ചത്തു മോനെ. അവൻ വിഷമിച്ച വിഷമം അത് നീ അറിയൂ. കുറച്ച് ദിവസങ്ങളൂടി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. ഈ ഒരു വീഡിയോ മാൾട്ടയിലുള്ള എല്ലാ മലയാളീസും സ്റ്റോറി ആക്കണം, വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആക്കണം, നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഗൗതമിന്റെ ഫാമിലി, ഫ്രണ്ട്സ്, നിങ്ങളുടെ എല്ലാവരുടെയും സ്റ്റോറിയിൽ ഈ വീഡിയോ നിറഞ്ഞു നിൽക്കണം. ഇത് എന്റെ ആവശ്യവും ഗൗതമിന്റെ ആവശ്യമായിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. കാരണം ഈ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ ഒരാൾ പോലും ഇതിനെ അറിയാൻ ബാക്കി ഉണ്ടാവരുത്. ഞാൻ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവരോടും ഞാനൊരു പ്രോമിസ് ചെയ്യണം, ഗൗതമിന്റെ മരണത്തിന് ഞാൻ ഈ പയ്യന്റെ മരണം അത് ഏതറ്റം വരെ പോയിട്ടായാലും അവളെ എക്സ്പോസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ നല്ല കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതുപോലെയുള്ള കാപട്യം നിറഞ്ഞ കഴിവേറുകളെ എക്സ്പോസ് ചെയ്യണം, അതേ ഞാൻ പറയുള്ളൂ. സത്യം പറഞ്ഞാൽ പയ്യന്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ എനിക്ക് സഹതാപം തോന്നുന്നു അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. 5 വർഷം അവൻ ജീവന് തുല്യം സ്നേഹിച്ചു, അവളുടെ ആവശ്യങ്ങളെല്ലാം അവൻ നിറവേറ്റി കൊടുത്തു. ഒരു നിമിഷത്തിൽ അവള് വേറെ മാൾട്ടയിൽ പോയി. അവള് 1 മാസം നേരത്തെ എത്തിയതിന്റെ ഒരു ഇതാണ്. അവിടെ പോയപ്പോൾ വേറൊരുത്തനായിട്ട് പിന്നെ ഗൗതം വെറും കറിവേപ്പില. അവന്റെ അടുത്ത് അവനെ പോയി ചാവാൻ പറഞ്ഞിരിക്കുന്നത്. ഏത് കഴിവേറിയടാ അത്? ഏത് പരനാട് തന്തയ്ക്ക് പറക്കാത്തവനാണ് അങ്ങനെ പറഞ്ഞത്? നിനക്കിതേ അവസ്ഥ ഉണ്ടാവും. കർമ്മ നീയൊക്കെ ചെയ്തു കൂട്ടിയതിന് നീയൊക്കെ അനുഭവിക്കാതെ ഇവിടെ നിന്ന് പോകത്തില്ല. എന്തൊക്കെ നീയൊക്കെ പടുത്തുയർത്തിയാലും എന്തൊക്കെ വലിയ സംഭവം ആക്കിയാലും നീയൊക്കെ ചെയ്തു കൂട്ടി ഓരോ തന്തയില്ലാത്ത പരിപാടിക്കും നീയൊക്കെ അനുഭവിച്ചിട്ടേ പോകും. ആ അപ്പന്റെ അമ്മയുടെ കണ്ണുനീര്, ഗൗതം അനുഭവിച്ച മെന്റൽ ട്രോമ, അവൻ കരഞ്ഞു തീർത്ത കണ്ണുനീര്, ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെയൊക്കെ കർമ്മ നിനക്കൊക്കെ തിരിച്ചടിച്ച് നിന്റെയൊക്കെ മാറാടത്തായി നീയൊക്കെ തൊലഞ്ഞ് തരിപ്പണമായി പണ്ടാരണങ്ങി അവരാതി മക്കളെ നീയൊക്കെ എല്ലാം തീരും. അതേ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ നിയമത്തിന്റെ മുന്നിൽ ഇവരാരും ഒന്നുമല്ല, ഇവരാരെയും ഒന്നും ശിക്ഷിക്കത്തുമില്ല. ഗൗതം അവൻ തീർന്നു, അത്രേ ഉള്ളൂ. ഒന്നുമില്ല. ഇനിയിപ്പോ അതും മാൾട്ടയിൽ വെച്ച് സംഭവിച്ചത് ഒന്നും ഇല്ല. പക്ഷേ ഇവിടെ ഈ യൂണിവേഴ്സിൽ ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി, അല്ലെങ്കിൽ കർമ്മ എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ഒരു ശക്തി ഇത് തിരിച്ചടിക്കുന്ന ദിവസം നീന്റെ ആട്ടപ്പണ്ടകളാവുന്ന ഒരു ദിവസം വന്നിരിക്കും. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അതുപോലെ ഒരു പയ്യനും ഒരു പെണ്ണും ദൈവം ഇതിൽ പ്രേമത്തിന്റെ പേരിൽ സ്വയം ജീവിതം തൊലച്ച് കളയരുത്. നിങ്ങളെ വേണ്ടാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു നിമിഷം കരഞ്ഞാൽ അതുകൂടി തെറ്റെന്നേ ഞാൻ പറയത്തുള്ളൂ. ജീവിതത്തിൽ ഇന്നേ വരെ എന്നെ വേണ്ടാത്ത ആൾക്ക് വേണ്ടിയിട്ട് കരഞ്ഞിട്ടില്ല, ഇനി കരയത്തുമില്ല. മനസ്സിലായോ? അതാണ് പോയിന്റ്. നമ്മളെ വേണ്ടാത്തവർക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമ്മളെ വേണമെന്നുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കും. നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ തിരിച്ച് സ്നേഹിക്കും. അതാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മളെ ഇഷ്ടമില്ലാത്തവരെ നമ്മൾ പിടിച്ച് വാങ്ങി സ്നേഹിക്കാൻ നിൽക്കരുത്. നിനക്ക് വേണ്ടെങ്കിൽ പോടി പുല്ലേന്ന് പറഞ്ഞിട്ട് പോകണം, അവന് വേണ്ടെങ്കിൽ പോടാ പുല്ലേന്ന് പറഞ്ഞിട്ട് പോകണം. അങ്ങനെ ആയിരിക്കണം. അല്ലാണ്ട് സ്വയം ജീവൻ ഒടുക്കിയല്ല തീർക്കേണ്ടത്. ഇതൊക്കെ എത്ര പറഞ്ഞാലും വീണ്ടും നടക്കും. പക്ഷെ ഈ ഗൗതം ജോഷി എടുത്ത് ഈ കാണിച്ച തന്തയില്ലാത്ത പരിപാടിക്ക് നീക്ക് ഓരോന്നായിട്ട് എണ്ണി കണക്ക് പറയുന്ന ഒരു കാലം വരും. പുതിയൊരു വീഡിയോ ആയിട്ടാണ്.